നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഔട്ട് ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ at the free end of a cantilever beam of length L carrying a point load W at the free end. Use moment area method. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാന്റിലിവർ ബീമിൻ്റെ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണ്. കാന്റിലിവർ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡ് ഫിക്സ്ഡ് ആയിരിക്കും. ഫിഗർ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഒരു എൻഡ് ഫിക്സ്ഡ് ആയിരിക്കും, അനദർ എൻഡ് വിൽ ബി ഫ്രീ എൻഡ്. ഓക്കെ, ഞാൻ കാന്റിലിവർ ബീം ഇവിടെ വരയ്ക്കുവാണ്. ഒരു എൻഡ് ഫിക്സ്ഡ്, അനദർ എൻഡ് ഈസ് ഫ്രീ എൻഡ്. ഓക്കെ, ഞാൻ ഇതിന് എ എന്ന് പറഞ്ഞ് പേര് കൊടുക്കുകയാണ്, ബി എന്ന് പറഞ്ഞ് പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് എൽ ആണ്. ഓക്കെ, ഞാൻ ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ okay, find the slope and deflection at the free end of a cantilever beam of length L carrying a point load W at the free end. Okay, free endൽ W എന്ന് പറയുന്ന ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു. ഇനി ഈ ഫ്രീ എൻഡിലുള്ള സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ബൈ യൂസിങ് മൊമെന്റ് ഏരിയ മെത്തേഡ്. ഓക്കെ, ബൈ യൂസിങ് മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പറയുമ്പോൾ രണ്ട് തിയറംസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിൽ ഫസ്റ്റ് തിയറം പറയുന്നത് ചേഞ്ച് ഇൻ സ്ലോപ്പ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഈസ് ഏരിയ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഡിവൈഡ് ബൈ EI എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഏരിയ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഡിവൈഡ് ബൈ EI ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ ക്ലാസ്സുകളിൽ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാന്റിലിവർ ബീമിൽ അതിന്റെ ഫിക്സ്ഡ് എൻഡിൽ സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആയതുകൊണ്ട് ഫ്രീ എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഫിക്സ്ഡ് എൻഡിന്റെയും ഫ്രീ എൻഡിന്റെയും ഇൻ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ സ്ലോപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ആ ഫ്രീ എൻഡിലുള്ള സ്ലോപ്പ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പം കാന്റിലിവറിലുള്ള സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആയതുകൊണ്ട് നമ്മൾ കാന്റിലിവർ ബീമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും രണ്ട് പോയിന്റ്സിന്റെ ഇൻ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷനോ ചേഞ്ച് ഇൻ സ്ലോപ്പോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് പോയിന്റിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും തന്നെയായിരിക്കും അവിടുത്തെ ചേഞ്ച് ഇൻ സ്ലോപ്പ് ആൻഡ് ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ. ഓക്കെ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നത്തെ ക്ലാസ്സുകൾ വാച്ച് ചെയ്താൽ അത് ക്ലിയർ ആവും. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ സ്ലോപ്പാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഫ്രീ എൻഡിൽ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ വിൽ ബി മാക്സിമം ഇൻ കാന്റിലിവർ ബീം ആൻഡ് അറ്റ് ഫിക്സ്ഡ് എൻഡ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ വിൽ ബി 0. ഒരു എൻഡിൽ 0 ആണ് സ്ലോപ്പ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ 0 ആണെങ്കിൽ, അനദർ എൻഡിൽ ഇപ്പോൾ ഒരു വാല്യൂ 100 ആണ് ഇപ്പോൾ ഡിഫ്ലക്ഷൻ വരുന്നതെങ്കിൽ, ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ, അപ്പോൾ അവിടുത്തെ ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് പറയുന്നത് 100 തന്നെയാണ്. ആ 100 തന്നെയാണല്ലോ ഇവിടുത്തെ സ്ലോപ്പും, അല്ലെ? അതുപോലെ ഡിഫ്ലക്ഷൻ ആണെങ്കിൽ ഇവിടെ 0 ഡിഫ്ലക്ഷനും ഇവിടെ 100 ഡിഫ്ലക്ഷനും ആണെങ്കിൽ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, അതായത് ഒരു എൻഡിൽ 0 ആണെങ്കിൽ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ഓർ ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് പറയുന്നത് ആ കറസ്പോണ്ടിങ് പോയിന്റിലെ ഡിഫ്ലക്ഷനും സ്ലോപ്പും തന്നെയായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഒരു എൻഡിലുള്ള 0 എന്ന് അറിയുന്നത് കൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം അല്ലെങ്കിൽ മൊമെന്റ് ഏരിയ തിയറം പ്രകാരം കണ്ടുപിടിക്കുന്ന ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് പോയിന്റിലുള്ള സ്ലോപ്പ് തന്നെയായിരിക്കും. അതുപോലെ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് കറസ്പോണ്ടിങ് പോയിന്റിലെ ഡിഫ്ലക്ഷൻ തന്നെയായിരിക്കും കാന്റിലിവർ ബീമിൽ. അപ്പൊ നമുക്ക് ഇവിടെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് നമുക്ക് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ആയിട്ട് കറസ്പോണ്ടിങ് പോയിന്റ് തന്നെ കിട്ടും കാന്റിലിവർ ബീം ആയതുകൊണ്ട്, അതായത് ഒരു എൻഡിൽ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ 0 ആയതുകൊണ്ട്. അപ്പൊ ഞാനിവിടെ തീറ്റ ബി, ഓക്കെ, ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണ് അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. തീറ്റ ബി ആൻഡ് ഡെൽറ്റ ബി. ഓക്കെ, അപ്പൊ തീറ്റ ബിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് A/EI ആൻഡ് തീറ്റ ബിയുടെ മൊമെന്റ് ഏരിയ തിയറം 2 പ്രകാരം AX ബാർ ഡിവൈഡഡ് ബൈ EI ആണ്. അപ്പൊ ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം എനിക്കിവിടെ ആക്ച്വലി കിട്ടുന്നത് ചേഞ്ച് ഇൻ സ്ലോപ്പ് ആണ്. അപ്പോൾ ഒരു എൻഡിലുള്ള സ്ലോപ്പ് 0 ആയതുകൊണ്ട് എനിക്ക് ആ കറസ്പോണ്ടിങ് പോയിന്റിലുള്ള സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ കാന്റിലിവർ ആയതുകൊണ്ട് ഡയറക്റ്റ് സ്ലോപ്പ് അറ്റ് ബി ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് ബി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ഏത് പോയിന്റ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ കറസ്പോണ്ടിങ് പോയിന്റ്സിന്റെ, അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് ഒരു എൻഡ് 0 ആണെങ്കിൽ അനദർ പോയിന്റിലുള്ള സ്ലോപ്പ് തന്നെയായിരിക്കും ചേഞ്ച് ഇൻ സ്ലോപ്പ്. അതേപോലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ, എന്തായാലും നമുക്ക് ഡയഗ്രാം വരച്ചേ പറ്റുള്ളൂ. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. അപ്പം ബേസ് ലൈൻ ഇട്ടു,
ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി വിൽ ബി ഈക്വൽ ടു 0, കാരണം ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. ഫ്രീ എൻഡ് എന്നാണ് കാൻലിവറിൽ ബെൻഡിങ് മൊമെന്റ് വാല്യൂ കണ്ടുപിടിച്ച് തുടങ്ങുക. അപ്പം ഫ്രീ എൻഡിൽ തന്നെ ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. therefore bending moment at B will be equal to 0 and bending moment at A എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. റൈറ്റ് സൈഡിൽ നിന്നാണ് എയിലേക്ക് മൊമെന്റ് എടുക്കുന്നത്. ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. എ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റിലാണ്. അപ്പോൾ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് എന്ന് പറയുന്ന മൈനസ് ആണ്. അപ്പോൾ -W/L ആയിരിക്കും അവിടെ വരുന്ന ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ WL ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നു. This value is W/L. This is A and this is B. Bending moment at B is 0. അപ്പോൾ ഇതിന്റെ വേരിയേഷൻ എന്ന് പറയുന്ന പോയിന്റ് ലോഡ് ആയതുകൊണ്ട് ലീനിയർ വേരിയേഷൻ ആണ്, സ്ട്രെയിറ്റ് ലൈൻ വേരിയേഷൻ ആണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഈ രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് L ആണ് ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് WL ആണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് അറ്റ് B, ഓക്കെ, സ്ലോപ്പ് അറ്റ് A 0 ആയതുകൊണ്ട് ചേഞ്ച് ഇൻ സ്ലോപ്പ് ബിറ്റ്വീൻ A ആൻഡ് B ഈസ് സ്ലോപ്പ് അറ്റ് B തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ θB ഈസ് ഈക്വൽ ടു A/EA. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ എന്താണ് ഇവിടെ വരുന്നത്? ട്രയാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് ഹാഫ് BH ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് L ആണ്, H എന്ന് പറയുന്നത് WL ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താ? WL²/2. ഓക്കെ, അപ്പം θB സ്ലോപ്പ് അറ്റ് B ഈസ് A/EI. സ്ലോപ്പ് അറ്റ് B ഈസ് ഈക്വൽ ടു A/EI. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് WL²/2/EI. ഓക്കെ, EI മുകളിലോട്ട് വരുമ്പോൾ 1/EI ആവും. അപ്പോൾ θB സ്ലോപ്പ് അറ്റ് B ഈസ് WL²/2/EI എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീ എൻഡിലുള്ള സ്ലോപ്പിന്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് നമുക്ക് കിട്ടി. ദാറ്റ് വാല്യൂ ഈസ് WL²/2/EI. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ W അല്ലെങ്കിൽ Lന് പകരം വാല്യൂസ് ആണെങ്കിൽ ഈ ഇക്വേഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഈ ഇക്വേഷന് പകരം വാല്യൂ കൊടുത്തിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് വാല്യൂ ആയതുകൊണ്ട് ഇതായിരിക്കും അതിന്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ. ഇത് ഓർത്തിരുന്നാൽ മതി. ഒരു കാൻലിവർ ബീമിൽ ഫ്രീ എൻഡിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഓക്കെ, അവിടെ ആ ഫ്രീ എൻഡിൽ ഉണ്ടാവുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് WL²/2EI ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ മൊമെന്റ് ഏരിയ മെത്തേഡിൽ ചെയ്യാൻ പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഡയറക്റ്റ് ഈ എക്സ്പ്രഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ചെയ്യുന്നത് ഈ രീതിയിലാണ്. സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു ബൈ അപ്ലൈയിങ് മൊമെന്റ് ഏരിയ തിയറം. ഓക്കെ, ഇനി ഡിഫ്ലക്ഷൻ ΔB ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്ന് പറയുന്നത് AX⁻/EI എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് A അറിയാം, WL²/2 ഇൻറ്റു X⁻/EI. അപ്പോൾ X ബാർ എന്താണെന്ന് അറിയണം. X ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെൻട്രോയിഡ് ഡിസ്റ്റൻസിൽ നിന്ന് അല്ലെങ്കിൽ സെൻട്രോയിഡിൽ നിന്ന് ഏത് പോയിന്റിലേക്കാണോ നമ്മൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത് അതിലേക്കുള്ള ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് റെഫറൻസ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് X ബാർ എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രോയിഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ബൈ മൊമെന്റ് ഏരിയ തിയറം 2 എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിഫ്ലക്ഷൻ ബിറ്റ്വീൻ 2 പോയിന്റ്സ്, അതായത് ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് പറയുന്നത് ഏരിയ ഓഫ്, അതായത് മൊമെന്റ് ഓഫ് ഏരിയ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ബൈ EI. അതായത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയയുടെ മൊമെന്റ്. അപ്പം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഏരിയ ഇതാണ്. ഇപ്പം മൊമെന്റ് എന്ന് പറയുമ്പോൾ ഏരിയന്റെ മൊമെന്റ് എന്ന് പറയുമ്പോൾ സെൻട്രോയിഡ് നമുക്കറിയാം വരുന്നത് 0 ഉള്ള സ്ഥലത്തുനിന്ന് 2/3 L-ലും അതുപോലെ മാക്സിമം വാല്യൂ ഉള്ള സ്ഥലത്തുനിന്ന് അത് 1/3 L-ലും ആണ് സെൻട്രോയിഡ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫ്ലക്ഷൻ അറ്റ് B ആ കണ്ടുപിടിക്കുന്നത്. B ആണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. അപ്പം ഇവിടെ നമുക്കറിയാം ഡിഫ്ലക്ഷൻ അറ്റ് A എന്ന് പറയുന്നത് 0 ആണല്ലോ കാൻലിവർ ആയതുകൊണ്ട്. അപ്പം സെൻട്രോയിഡിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി. ബിയിലുള്ള ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/3 L ആണ്. അപ്പോൾ ഇവിടെ X ബാർ എന്ന് പറയുന്നത് 2/3 L ആണ്. ബിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് എടുക്കുന്നത്. എയിലുള്ള ഡിഫ്ലക്ഷൻ 0 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടിയത് ബിയിലുള്ള ഡിഫ്ലക്ഷൻ ആണ്. അപ്പം X ബാർ എന്ന് പറയുന്നത് സെൻട്രോയിഡിൽ നിന്ന്, സെൻട്രോയിഡ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. 0 ഉള്ള സ്ഥലത്ത് നിന്ന് 2/3 L-ലും മാക്സിമം വാല്യൂ ഉള്ള സ്ഥലത്ത് നിന്ന് 1/3 L-ലും ആണ്.
അപ്പം എക്സ് ബാർ ഇവിടെ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു WL square divided by 2 into 2/3L divided by EI. ഓക്കെ, അപ്പോൾ ഇത് ചെയ്താൽ ഈ 2 ക്യാൻസൽ ആവും. അപ്പോൾ നമുക്കിവിടെ WL cube divided by 3/EI എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ അറ്റ് B is equal to WL cube divided by EI മുകളിലോട്ട് വരുമ്പോൾ 1/EI ആവും. WL cube divided by 3EI. അപ്പോൾ ഇതാണ് ഡിഫ്ലക്ഷൻ അറ്റ് ബി. ഓക്കെ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, അത് തന്നെയാണ് ഡിഫ്ലക്ഷൻ അറ്റ് ബി. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഡിഫ്ലക്ഷൻ അറ്റ് ബി ആണ്, അതായത് ഫ്രീ എൻഡ് ആണ്. ആ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് WL cube by 3EI ആൻഡ് സ്ലോപ്പ് അറ്റ് ബി അതും കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് WL square divided by 2EI. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കാം. ഇപ്പം കാൻലിവർ ബീമിൽ ഫ്രീ എൻഡിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഫ്രീ എൻഡിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ WL cube by 3EI, അല്ലെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ WL cube by 3EI ആണ്. സ്ലോപ്പ് WL square divided by 2EI ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമൈൻ ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ at the free end of a cantilever. കാൻഡിലിവർ ബീമിന്റെ ഫ്രീ എൻഡ് തന്നെയാണ്, അതിന്റെ സ്പാൻ എല്ലാണ്. ക്യാരിയിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് W per യൂണിറ്റ് ലെങ്ത് ആണ് ഫുൾ സ്പാനിൽ ഓവർ ദ എൻറ്റയർ സ്പാൻ ബൈ യൂസിങ് മൊമെന്റ് ഏരിയ മെത്തേഡ്. മൊമെന്റ് ഏരിയ മെത്തേഡിൽ കാൻഡിലിവർ ആയതുകൊണ്ട് അതിന്റെ ഫിക്സ്ഡ് എൻഡിൽ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ വിൽ ബി 0. അപ്പോൾ ചേഞ്ച് ഇൻ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത് തന്നെയായിരിക്കും ആ കറസ്പോണ്ടിങ് പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ സ്ലോപ്പിന്റെ ഇക്വേഷൻ എഴുതുകയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു A/EI ആൻഡ് ഡെൽറ്റ AX bar by EI. അപ്പൊ ഈ മൊമെന്റ് ഏരിയ മെത്തേഡ് പ്രകാരം കാൻലിവറിൽ നമുക്ക് ഇത് ഡയറക്റ്റ് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ആ കറസ്പോണ്ടിങ് പോയിന്റിൽ തന്നെയാണ്. അപ്പൊ ഞാൻ ആദ്യം ഫിഗർ വരയ്ക്കാം, എന്നിട്ട് നമുക്ക് പോയിന്റ് ഏതാന്നുള്ളത് എഴുതാം. അപ്പൊ കാൻഡിലിവർ ബീം അതിന്റെ ഫുൾ സ്പാനിൽ UDL, ഓക്കെ, W per യൂണിറ്റ് ലെങ്ത് അല്ലെങ്കിൽ W per മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, W per യൂണിറ്റ് ലെങ്ത്, അതിന്റെ സ്പാന് L ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് പോയിന്റ് A എന്ന് കൊടുത്തു, ഫ്രീ എൻഡിന് B കൊടുത്തു. ഓക്കെ, അപ്പൊ തീറ്റ B ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതേപോലെ ഡെൽറ്റ B ആണ്. ഓക്കെ, ബൈ യൂസിങ് മൊമെന്റ് ഏരിയ മെത്തേഡ്. അപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് B വിൽ ബി ഈക്വൽ ടു 0, കാരണം ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ടില്ല. ഇനി ചെയ്യേണ്ടത് ബെൻഡിങ് മൊമെന്റ് അറ്റ് A അല്ലേ. അപ്പോൾ UDL ആണ്. ബെൻഡിങ് മൊമെന്റ് A ഈസ് ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. A എന്ന് പറയുന്ന പോയിന്റ് അതിന്റെ ലെഫ്റ്റിലാണ്. അപ്പോൾ താഴോട്ട് വന്ന് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. മൈനസിലാണ് മൊമെന്റ് വരിക. അപ്പോൾ -W ഇൻറ്റു റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൈനസ് ആണല്ലോ. അപ്പോൾ -W ഇൻറ്റു L. അപ്പോൾ ആദ്യം ഇത് പോയിന്റ് ലോഡായി മാറി. അത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? സെൻട്രലായിരിക്കും ഈ ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി മൊമെന്റ് ആക്കണമെങ്കിൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. ദാറ്റ് വിൽ ബി ഹാഫിലാണ് ഈ ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് UDL ആക്ട് ചെയ്യുന്ന സ്പാനിന്റെ. അപ്പോൾ ഇൻറ്റു L/2 ആയിരിക്കും. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് A എന്ന് പറയുന്നത് -WL square by 2 ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. അപ്പം ബേസ് ലൈൻ ഞാൻ ഇവിടെ ഇടുവാണ്. ബേസ് ലൈൻ ഇത് A, ഇത് B. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് B is 0 and ബെൻഡിങ് മൊമെന്റ് അറ്റ് A is WL square by 2. ഓക്കെ, ഇത് ഈ വാല്യൂ എന്ന് പറയുന്നത് WL square divided by 2 ആണ്. ഓക്കെ, ഇത് UDL ആയതുകൊണ്ട് വേരിയേഷൻ എന്ന് പറയുന്നത് പാരബോളിക് ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ അല്ല, പാരബോളിക് ആണ് കേവ്. ഓക്കെ, ഇത് തമ്മിലുള്ള വേരിയേഷൻ പാരബോളിക്കലി അല്ലെങ്കിൽ ഒരു കേവ് ആയിട്ട് വേണം കാണിക്കാൻ. പാരബോളിക് കേവ് ആണല്ലോ. അപ്പോൾ ഈ രീതിയിലായിരിക്കും അതിന്റെ വേരിയേഷൻ വരുന്നത്. ഓക്കെ, ദിസ് വിൽ ബി പാരബോളിക് കേവ് ബിക്കോസ് ഓഫ് UDL. ഓക്കെ, പാരബോളിക് കേവ്. അപ്പോൾ ഇവിടെ 0, ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം L ആണ്. ഈ ഡിസ്റ്റൻസ് അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് WL square by 2 ആണ്.
ഓക്കെ, അപ്പൊ ആദ്യം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ എടുക്കണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ, ഇപ്പൊ നമുക്കിത് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് ഹാഫ് ബി എച്ച് എന്ന് എടുക്കായിരുന്നു. എന്നാൽ പാരബോളിക് കേവ് വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തോളുക. പാരബോളിക് കേവ് വരുന്ന സമയത്ത് ഇപ്പം ആ ഒരു പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത്, ഓക്കെ, ഇപ്പൊ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്കറിയാം ഹാഫ് ബി എച്ച് ആണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഓർത്തിരുന്നാൽ മതി 1/3 BH. ഓക്കെ, 1/3 ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ആ രീതിയിൽ ആലോചിച്ചാൽ മതി. അപ്പൊ ബേസ് എന്ന് പറയുന്ന L ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് WL²/2 ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കണേ. ഇപ്പൊ പാരബോളിക് ആയിട്ടുള്ള കേവ് ആണ്, അതായത് UDL വരുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വരുവാണെങ്കിൽ ട്രയാങ്കിൾ പോലെ ഇവിടെ സ്ട്രെയിറ്റ് ലൈനിന് പകരം പാരബോളിക് കേവ് ആണ് വരുന്നെങ്കിൽ 1/3 BH എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പം ഏരിയ എന്ന് പറയുന്നത് 1/3 ഓഫ് ബേസ് എന്ന് പറയുന്നത് L ആണ്, ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് WL²/2 ആണ്. അപ്പം ഏരിയ നമുക്ക് ഇവിടെ കിട്ടും, ഏരിയ ഈസ് ഈക്വൽ ടു WL³ ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ ഏരിയ നമുക്ക് കിട്ടി. ഓക്കെ, WL³/6. അപ്പൊ എന്തായിരിക്കും തീറ്റ ബി? A/EA ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു WL³/6 ഡിവൈഡ് ബൈ EI. അപ്പം മുകളിലോട്ട് വരുമ്പോൾ 1/EI ആവും. ദാറ്റ് ഈസ് WL³ ഡിവൈഡ് ബൈ 6EI. ഓക്കെ, അപ്പം ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുമ്പോൾ സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ് എന്ന് പറയുന്നത് കാൻലിവറിൽ WL³/6E ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ആൻസർ കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ എക്സ് ബാർ എവിടെയാണ് വരുന്നത് എന്നുള്ള അറിയണം. ഓക്കെ, ഇപ്പം ഫുൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നെങ്കിൽ നമുക്കറിയാം 0 ഉള്ള സ്ഥലത്ത് നിന്ന് 2/3 L-ലും മാക്സിമം വാല്യൂ ഉള്ള സ്ഥലത്ത് നിന്ന് 1/3 L-ലുമാണ്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കാം. ഇതുപോലെ പാരബോളിക് ആയിട്ടാണ് വേരി ചെയ്യുന്നതെങ്കിൽ 0 ഉള്ള സ്ഥലത്ത് നിന്ന് സെൻട്രോയിഡ് വരുന്നത് 3/4. ഓക്കെ, 3/4 L-ലും ആയിരിക്കും സെൻട്രോയിഡ്. ഇവിടുന്ന് വരുമ്പോൾ 3/4 L ആണെങ്കിൽ ബാക്കി എത്രയായിരിക്കും? 1/4 L ആയിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇപ്പൊ പാരബോളിക് വേരിയേഷൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു ട്രയാങ്കിൾ പോലെയല്ല. ആ സ്ട്രെയിറ്റ് ലൈൻ, ഇംഗ്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈനിന് പകരം അവിടെ പാരബോളിക് ആണെങ്കിൽ സെൻട്രോയിഡ് വരുന്നത് 0 ഉള്ള സ്ഥലത്തുനിന്ന് 3/4 L-ലും അതുപോലെ തന്നെ മാക്സിമം വാല്യൂ ഉള്ള സ്ഥലത്ത് നിന്ന് 1/4 L-ലും ആണ്. ഇപ്പൊ ട്രയാങ്കിൾ ആണെങ്കിൽ മാക്സിമം വാല്യൂ ഉള്ള സ്ഥലത്ത് നിന്ന് 1/3 L-ലും 0 ഉള്ള സ്ഥലത്ത് നിന്ന് 2/3 L-ലും ആണല്ലോ. അതേപോലെ ഇവിടെ ഓർത്തിരിക്കുക, 0 ഉള്ള സ്ഥലത്ത് നിന്ന് 3/4 L ആണ്, മാക്സിമം വാല്യൂ ഉള്ള സ്ഥലത്ത് നിന്ന് 1/4 L ആണ്. ഓക്കെ, അപ്പൊ എക്സ് ബാർ നമുക്ക് എടുക്കേണ്ടത് 3/4 L ആണ്. ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലോ എക്സ് ബാർ ആയിട്ട് എടുക്കുക, സെൻട്രോയിഡിൽ നിന്ന് ബിയിലേക്ക്. ഓക്കെ, ഇവിടെയുള്ള ഡിഫ്ലക്ഷൻ ഓൾറെഡി അറിയാം, 0 ആണ്. അപ്പം ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് വേണം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയന്റെ സെൻട്രോയിഡ് നമ്മൾ എടുക്കാൻ, ബിന്ന് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പം ഡിഫ്ലക്ഷൻ അറ്റ് ബി, ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു AX ബാർ ബൈ EI. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയതാണ് WL³ ഡിവൈഡ് ബൈ 6 ഇൻറ്റു എക്സ് ബാർ എന്ന് പറയുന്നത് 3/4 L ആണ്. ഓക്കെ, അപ്പോൾ 3/4 L ഡിവൈഡഡ് ബൈ EI. അപ്പൊ നമുക്കിവിടെ 3ഉം 6ഉം കട്ട് ചെയ്യാം, അപ്പൊ ബാക്കി 2 ആയിരിക്കും. നമുക്കിവിടെ കിട്ടും WL⁴ ഡിവൈഡഡ് ബൈ 8 ഡിവൈഡ് ബൈ EI. അപ്പൊ EI മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ 1/EI എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു WL⁴ ഡിവൈഡഡ് ബൈ 8EI. ഓക്കെ, അപ്പം ഇതാണ് കാൻലിവർ ബീമിൽ ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുമ്പോൾ ഫ്രീ എൻഡിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ WL⁴ ഡിവൈഡഡ് ബൈ 8EI. സ്ലോപ്പ് ആണെങ്കിൽ അത് WL³ ഡിവൈഡ് ബൈ 6EI ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോൾ 2 പ്രോബ്ലം ചെയ്തു. കാൻലിവറിൽ ഫ്രീ എൻഡിൽ പോയിന്റ് ലോഡ് വരുന്ന കേസും കാൻലിവറിൽ ഫുൾ സ്പാനിൽ UDL വരുന്ന കേസും ഫ്രീ എൻഡിലുള്ള സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ മാക്സിമം സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ.